നമ്മുടെ ഡയറ്റിൽ നിന്ന് ഉപ്പ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നത് നമ്മളെ കൂടുതൽ ഹെൽത്തി ആക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എങ്കിൽ ഇറ്റ്സ് റോങ്. കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ സോഡിയത്തിൻ്റെ ഒരു പ്രധാന സോഴ്സ് ഉപ്പാണ്. അതുകൊണ്ട് തന്നെ ഉപ്പ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നത് നമ്മുടെ രക്തത്തിലെ സോഡിയത്തിൻ്റെ അളവ് അപകടകരമായി കുറയുന്നതിന് കാരണമാകുന്നു. സോഡിയം നമ്മുടെ നെർവസ് സിസ്റ്റം പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതിനും മസിൽസിൻ്റെ പ്രവർത്തനത്തിനും ശരീരത്തിലെ ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുമൊക്കെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. സോഡിയം അളവിൽ കുറയുന്ന അവസ്ഥയെ ഹൈപ്പോനേട്രീമിയ എന്നാണ് പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ ആദ്യ ലക്ഷണങ്ങളായി മനം പുരട്ടൽ, ഛർദി, വിട്ടുമാറാത്ത തലവേദന, ക്ഷീണം, തളർച്ച, ഉന്മേഷക്കുറവ്, തലകറക്കം, എസ്പെഷ്യലി നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന തലകറക്കം, പേശികൾക്ക് ബലക്കുറവ്, മസിൽ ക്രാംസ് അല്ലെങ്കിൽ മസിൽ സ്പാസംസ്, വിശപ്പില്ലായ്മ, റെസ്റ്റ്ലെസ്നെസ്, ഇറിറ്റബിലിറ്റി എന്നീ ലക്ഷണങ്ങൾ കണ്ടുവരുന്നു. എന്നാൽ സോഡിയത്തിൻ്റെ അളവ് പെട്ടെന്ന് വളരെ കുറയുകയാണെങ്കിൽ അതൊരു മെഡിക്കൽ എമർജൻസി ആയിട്ട് മാറുന്നു. ഇതിന് കാരണം സെറിബ്രൽ എഡിമ, അതായത് തലച്ചോറിനകത്തെ നീർക്കെട്ടാണ്. ഇതിനെ തുടർന്ന് സിവിയർ കൺഫ്യൂഷൻസ്, അതായത് നമ്മൾ എവിടെയാണെന്നോ എന്താണെന്നോ മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ, കടുത്ത മാനസിക അസ്വാസ്ഥ്യങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന മറവി, ബ്രെയിൻ ഫോഗ് അഥവാ ചിന്തകളിലെ അവ്യക്തത, സംസാരിക്കുമ്പോൾ നാക്ക് കുഴഞ്ഞു പോവുക, ലോസ് ഓഫ് കോർഡിനേഷൻ ആൻഡ് പുവർ ബാലൻസ് നഷ്ടപ്പെട്ട് നമ്മൾ വീഴാൻ പോവുക, ഹാലൂസിനേഷൻസ്, ഇല്ലാത്ത കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുക, സീഷേഴ്സ് അഥവാ ഫിറ്റ്സ് ഉണ്ടാവുക, ആൻഡ് ഫൈനലി കോമയ്ക്ക് വരെ ഇത് കാരണമാകാം. അതുകൊണ്ട് ഓർക്കുക, ഉപ്പ് അമിതമായി ഉപയോഗിക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് അത് ആവശ്യത്തിനുള്ള അളവിൽ ഉപയോഗിക്കാതെ ഇരിക്കുന്നത്.